ഏയ് ഫ്രണ്ട്സ്, എന്തെല്ലാണ് ഇന്ന് ഞാൻ സാറ്റർഡേ എന്തൊക്കെ ചെയ്തതെന്ന് നമുക്ക് നോക്കിയാലോ. ഞാൻ രാവിലെ ദോശയും പിന്നെ ബ്രൊക്കോളിയും മുട്ടയും ഇട്ടിട്ടുള്ള ഒരു യൂട്യൂബ് റെസിപ്പിയാണ്. ആ ഒരു ഡിഷ് ഉണ്ടാക്കി, യൂട്യൂബിൽ കണ്ട റെസിപ്പി. പിന്നെ ഒരു കോഫിയും കുടിച്ചു. എന്നിട്ട് ഉച്ചയ്ക്ക് നമ്മൾ ബിരിയാണിയാണ് ആക്കിയത്. ബിരിയാണി ചിക്കൻ നമ്മൾ ഫ്രൈ ചെയ്തിട്ടാണ് എടുത്ത്, അത് എയർ ഫ്രയറിന് ഫ്രൈ ചെയ്ത്. അതുകൊണ്ട് ചിക്കൻ്റെ ടെക്സ്ചർ അടിപൊളിയായിരുന്നു കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഫ്രൈഡ് ചിക്കൻ ബിരിയാണി. പിന്നെ നമ്മൾ സിനിമക്ക് പോവാണെന്ന് വെച്ചാൽ നമ്മൾ ഈ എക്സ്പ്രസ് അവന്യൂ എന്ന് പറഞ്ഞൊരു മാളിലാണ് ബുക്ക് ചെയ്തത്. അതങ്ങ് മെറീന ബീച്ചിൻ്റെ ഒക്കെ അടുത്താണ്, നമുക്ക് കുറേ ലോങ്ങാണ് നമുക്ക് ഇവിടുന്ന്. അങ്ങനെ നമ്മൾ മാളിലെത്തി. ഒരുപാട് നമ്മൾ വന്ന വഴി വേറെ ഒരു വഴിയായിരുന്നു, സ്ഥിരം റൂട്ടല്ല വന്നത്. അപ്പോൾ നോക്കുമ്പോൾ ഭയങ്കരമായ ബ്ലോക്കും കാര്യങ്ങളും താണ്ടിയിട്ടാണ് നമ്മളിത് സിനിമ കാണാൻ എത്തിയിട്ടുണ്ട്. പ്രതിച്ഛായ എന്ന് പറഞ്ഞ സിനിമയാണ് നമ്മൾ കാണാൻ പോകുന്നത്. ഈ മാളിൻ്റെ ഉള്ളിൽ ഇപ്പോൾ നമ്മൾ പോയാൽ സിനിമയ്ക്ക് പോയാൽ പെട്ടെന്ന് നമ്മൾ സിനിമയ്ക്ക് ഒരു സിനിമ കാണും വരും. എൻ്റെ ഹസ്ബൻഡ് അങ്ങനെയാണ്, അല്ലാണ്ട് ഇങ്ങനെ കറങ്ങി നടക്കാനൊന്നും ആൾക്കൊരു താല്പര്യമില്ല. എനിക്കിഷ്ടമാണ്, അതുകൊണ്ട് ഞാൻ ഇതുവരെ ആ മാളിൻ്റെ ഉള്ളിൽ ഫുള്ളൊന്നും പോയിട്ടില്ല. ജസ്റ്റ് ഒന്ന് കണ്ടു മാൾ. ഇത് രണ്ടാമത്തെ പ്രാവശ്യമാണ് വരുന്നത്. അന്ന് ജസ്റ്റ് ഒരു ഭാഗം കണ്ടു, ഇന്ന് ജസ്റ്റ് ഒന്ന് ആ ഒരു മാളിലെ ടാക്കീസും കണ്ടു, വേറെ ഒന്നും കണ്ടിട്ടില്ല എന്ന് പറയാം. ഇത് സ്പെൻസർ മാൾ, ഇവിടെ നമ്മൾ അധികം വരുത്തുണ്ട് കേട്ടോ. ഇത് ഏറ്റവും പഴയ മാളായിട്ടാണ് ചെന്നൈയിലെ, അടിപൊളി മാളാണ്. കുറേ മറ്റേ ചെറിയ പൈസക്കൊക്കെ ഡ്രസ്സൊക്കെ നല്ല കളക്ഷൻ ഉണ്ട് അവിടെ. എന്നിട്ട് നമുക്കിപ്പോൾ നല്ല വിശപ്പുണ്ട്. അന്നേരം ഞാൻ പറഞ്ഞാൽ എനിക്ക് ഷവർമ്മ മതി, അപ്പോൾ ഏട്ടൻ പറഞ്ഞാൽ ഏട്ടന് ഷവർമ്മ. അങ്ങനെ നമ്മൾ നല്ലൊരു ഫുഡ് സ്പോട്ട് നോക്കി പോവാണ്. പലയിടത്തും തിരക്കുണ്ട് നല്ല. എന്നിട്ട് അങ്ങനെ കിട്ടി. അവിടെ കുറച്ച് വെയിറ്റ് ചെയ്യേണ്ടി വന്നു. ഞാൻ അവക്കാഡോ ഷേക്കും എന്നാൽ ഐസ്ക്രീം ഷേക്കും പിന്നെ ഷവർമ്മയും, ഏട്ടൻ മോച്ചിട്ടും ഷവർമ്മയായിരുന്നു കഴിച്ചത്. കുറച്ച് വെയിറ്റ് ചെയ്യേണ്ടി വന്നുകൊണ്ട് ഏകദേശം 10:50 11 മണിയാവാനായി നമ്മൾ അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ. പിന്നെ ബ്ലോക്ക് ഉണ്ടാവില്ലല്ലോ നൈറ്റ് ആയതുകൊണ്ട്. ബ്ലോക്ക് ഇല്ലാത്തതുകൊണ്ട് ആ ഒരു ടെൻഷനില്ല, ഇങ്ങനെ പോവുക. നല്ല കാറ്റും ഉണ്ടായിരുന്നു, നല്ല സുഖം ഉണ്ടായിരുന്നു കേട്ടോ. ഈ നൈറ്റ് റൈഡ് കാറ്റെന്ന് വെച്ചാൽ നമ്മൾ വണ്ടി പോകുന്ന സ്പീഡിൻ്റെ ആ ഒരു കാറ്റ്, അത്രയേ ഉള്ളൂ. അല്ലെങ്കിൽ ചൂട് തന്നെയാണ് ഇപ്പോൾ ഇവിടെ. എന്നിട്ട് നമ്മളിങ്ങനെ പോവുകയാണ്. ഞാൻ പറയും ഇങ്ങനെ പോകുമ്പോൾ എനിക്ക് ഓക്കെ കൺമണിയിലെ ആ മറ്റേ നെഞ്ചിൽ പരവി ആ പാട്ടിൻ്റെയൊക്കെ ഒരു പിന്നെ എന്താ പറയുക, വീഡിയോ ഒക്കെ എടുക്കണമെന്നെല്ലാം ഉണ്ട്, ആഗ്രഹമുണ്ട്. പക്ഷെ നമ്മൾ രണ്ടാളും ഹെൽമെറ്റും വെച്ച് വീഡിയോ എടുത്ത് നോക്കുമ്പോൾ ഒരു രസമില്ല. ഇതാണ് നമ്മളെ അമ്പമാൾ, നമ്മൾ സ്ഥിരം പോകുന്നത്. ഇവിടെ നിന്ന് നമുക്ക് വീണ്ടും നമുക്ക് ആ റോഡ് തെറ്റി നമ്മൾ ഈ ബ്രിഡ്ജിൻ്റെ മേലെ കയറേണ്ടായിരുന്നു. താഴത്തോട്ട് നേരെ അങ്ങ് പോയേ വേണ്ടു. ഇനിയിപ്പോൾ ഇത് പിന്നെ ഈ ബ്രിഡ്ജ് ഇറങ്ങിയിട്ട് ക്രോസ് ചെയ്തിട്ട് വേണം നമുക്ക് പോകാൻ വേണ്ടിയിട്ട്. ഇവിടെയൊക്കെ നല്ല ഒരു എന്താ ഭയങ്കര കാമായ സ്ഥലമാണ്, ഒരു കാമൻ ക്യാറ്റ് എന്ന് പറയാം. വലിയ തിരക്കൊന്നുമില്ല. അങ്ങനെ നമ്മളിങ്ങനെ പോവാണ്. പിന്നെ എനിക്കാണെങ്കിൽ നൈറ്റും ആയി ഭയങ്കര ക്ഷീണം. എന്നാൽ പറ്റിയേ അറിയില്ല. കാരണം നമ്മൾ ഇന്ന് കുറച്ച് ലോങ് ജേണി എന്ന് പറയാം നമുക്ക്. അപ്പോൾ അത്രയൊക്കെ ഇല്ലും. ടാറ്റാ ബൈ ബൈ, സീ യു. എല്ലാവരും എന്നെ സബ്സ്ക്രൈബ് ചെയ്യണേ.